അമ്മയുടെ അഭിപ്രായം തന്നെയാണോ നിനക്കും? എസ്റ്റേറ്റ് വെക്കണോ? ഈ കഷ്ടപ്പാട് കാണുമ്പോ കഷ്ടപ്പാടൊന്നുമില്ല. 5-6 കൊല്ലം നമ്മളെ മക്കളെ പോലെ പോറ്റി വളർത്തിയിട്ട് വിറ്റുകളയാനൊരു മടി. എങ്കിൽ വെക്കണ്ട. അതല്ല, വേണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. നിന്റെ ഇഷ്ടമാണ് പ്രധാനം. കുട്ടേട്ടന്റെ ഇഷ്ടം നോക്കിയാ മതി. അപ്പോ കുറച്ചുനാളൂടെ കഴിയട്ടല്ലേ? മതി. എന്നാ നീ അത് അമ്മയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും. നാളെ ഞാൻ പോയാലോ എന്ന് ആലോചിക്കുക. ഓഫീസിൽ തീരാത്ത പണിയുണ്ട്. ജോലി ഉണ്ടെങ്കിൽ പൊയ്ക്കോളൂ. നാളെ മുതൽ ടൗൺ ഹാളിൽ ഗീതയജ്ഞ ആരംഭിക്കുക. 2 ആഴ്ച നോയമ്പ് നോക്കണമെന്ന് കരുതിയതാ, അത് മുടങ്ങി. ആ, ഇനി എപ്പോഴാ വരുന്നേ? എന്താ ഇപ്രാവശ്യം വരുമ്പോ ഒരിടത്ത് പോണോന്ന് അച്ഛൻ വന്നപ്പോ പറഞ്ഞിരുന്നു. എവിടെ? തൃശ്ശൂർ ഒരു നാട്ടുവൈദ്യനുണ്ടത്രേ. നമ്മൾ 2 ആളും കൂടെ ഒന്ന് ചെന്ന് കാണണമെന്ന് രാധ അച്ഛനെ എഴുതി അറിയിച്ചതാ. ഫലിക്കുന്ന മരുന്നാ. ഒക്കെ വെറുതെ ഓരോ കേട്ടുകേഴ്വിയാണെന്നേ. എന്തെല്ലാം മരുന്നുകൾ കഴിച്ചു. നമുക്ക് യോഗമില്ല. ഞാനൊരു കാര്യം ചോദിച്ചാ ദേഷ്യപ്പെടോ? പറയ്. ഒരു കുഞ്ഞുണ്ടാവാത്തതിൽ അമ്മയ്ക്ക് വലിയ വിഷമമുണ്ട്. അമ്മ ഒരു കാര്യം എന്നോട് സൂചിപ്പിച്ചു. ആലോചിച്ച് നോക്കിയപ്പോ അതിൽ തെറ്റൊന്നുമില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ. വളച്ചേട്ടത് കാര്യം പറയും. കുട്ടികൾ ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ ഒരു 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 ബന്ധം കൂടി ആവുന്നതിൽ എനിക്ക് വിരോധമില്ല. നിനക്ക് എങ്ങനെ മനസ്സൊന്ന് സീത ഇത് പറയാൻ? വേറൊരു സ്ത്രീയെ അങ്ങനെ നമുക്ക് കുട്ടികൾ ഉണ്ടാവണ്ട. നിനക്ക് ഞാനും, എനിക്ക് നീ. അത് മതി.